ഹായ് ഗൈസ്, എൻ്റെ ലാസ്റ്റ് തിയറി എക്സാം എഴുതാനാണ് ഞാൻ പോകുന്നത്. അതായത് എൻ്റെ MSc സൈക്കോളജിയിലെ ലാസ്റ്റ് തിയറി എക്സാം. അപ്പോൾ പോണ വഴിക്ക് തന്നെ നിധി, അശ്വതി, നീലാഞ്ജന ഇവരെ ലിഫ്റ്റ് എന്ന് കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പഠിക്കാനിരുന്നു. ഈ എക്സാമിനായിരുന്നു ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടിയത്. അതായത് ഓൾമോസ്റ്റ് 1 വീക്ക് ഞങ്ങൾക്ക് സ്റ്റഡി ബ്രേക്ക് ഉണ്ടായിരുന്നു. എന്തൊക്കെ ലീവ് ഉണ്ടായിട്ടുണ്ടോ, ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ കിട്ടുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ആലമ്പും. അതേപോലെ തന്നെ തലേന്നിരുന്നാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ എക്സാമിന് പോകുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പാണ് ഞാനീ ഇരുന്ന് പഠിക്കുന്നത്. എനിക്ക് എന്താണെന്ന് അറിയില്ല, എക്സാമിന് കയറുന്നതിന് മുമ്പ് എല്ലാം ഒന്നും കൂടി റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാവും. ഇത്രയും നേരം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, പിന്നെ ഒരാളങ്ങ് കയറി വന്നു. ഇപ്പോൾ കണ്ടില്ലേ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്? ഞാൻ വെറുതെ പറയുന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇരുന്ന് ഒരുമിച്ച് പഠിച്ചായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, കുറേ ദിവസമായി ഞാൻ ഇതിൽ വീഡിയോസ് ഇട്ടിട്ട്. ഇറ്റ്സ് ബിക്കോസ് ഞാൻ ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു വേറെ കാര്യങ്ങൾ, ഫെയർവെൽ, ഗ്രാജുവേഷൻ, കുറേ സാധനങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. ആൻഡ് ആ സമയത്തൊന്നും എനിക്ക് വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു സമയം എനിക്കില്ലായിരുന്നു. ബട്ട് ഐ എം ഷുവർ ഞാൻ കൺസിസ്റ്റൻ്റ് ആവുമെന്ന്. ഇതെല്ലാ പ്രാവശ്യം പറയുന്ന പോലെയല്ല, ദിസ് ടൈം ഐ പ്രോമിസ്ഡ് യു ഐ വിൽ ബി കൺസിസ്റ്റൻറ്റ്. അത്ര എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ സീരിയസ് ആയി ഇരുന്ന് പഠിക്കുവാണ്. അങ്ങനെ അനീഷ് അവിടെ വേറെ എന്തോ ആലോചിക്കുക തോന്നുന്നു, ഏതൊരു പോയിന്റ്. കുറേ നേരം അനങ്ങാതിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പഠിച്ചെല്ലാം കഴിഞ്ഞ് നല്ല എക്സാം എല്ലാം എഴുതി കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ഫാൻസി പോകണമായിരുന്നു. അങ്ങനെ അവിടെയും പോയിട്ട് ഞങ്ങൾ ആലു പൊറാത്തയും അനീഷ വടാപ്പാവും കഴിച്ച് നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.